സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായി പീഡാനുഭവഭാരത്തിന്റെ ആത്മീയ യാത്രയിലാണ് വിശ്വാസികൾ. വിവിധ ദേവാലയങ്ങളിൽ ഓശാനയുടെ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. വയനാട് നടവയൽ ഹോളിക്രോസ് തീർത്ഥാടന കേന്ദ്രത്തിലാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. മനുഷ്യനേക്കാൾ കാട്ടുമൃഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടെന്നും ചില നിലപാടുകൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നതെന്നും പ്രസംഗത്തിൽ മാർ റാഫേൽ തട്ടിൽ സൂചിപ്പിച്ചു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായി. തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബറോഡയിലെ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഓശാന ശുശ്രൂഷ അർപ്പിച്ചത്. എറണാകുളം തിരുവാങ്കുളം ബിഷപ്പ് ഹൌസ് ചാപ്പലിൽ നടന്ന ശുശ്രൂഷകൾക്ക് യാക്കോബായ സഭ മലങ്കര മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസ് നേതൃത്വം നൽകി. തിരുവല്ല കുമ്പനാട് മാർത്തോമ വലിയപടിയിൽ മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകി. കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ എറണാകുളം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോസ്, മാതൃഭൂമി ന്യൂസ്.